ഒരു വില്ലേജ് ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഒരാൾ കയ്യിലെ സ്മാർട്ട് കാർഡ് ഉദ്യോഗസ്ഥന് നേരെ നീട്ടി പറയുന്നു, ഐ വാണ്ട് ടു നോ ദ മ്യൂട്ടേഷൻ സ്റ്റാറ്റസ്. ഉദ്യോഗസ്ഥൻ ആ കാർഡ് വാങ്ങി കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്ത് നിമിഷങ്ങൾക്കകം തിരിച്ചു കൊടുക്കുന്നു. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഇൻട്രൊഡക്ഷൻ സീനൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഇനിയും കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. അതിനായി നമ്മുടെ റവന്യൂ വകുപ്പ് തയ്യാറായി കഴിഞ്ഞു. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് എന്ന പേരിൽ ഒരാളുടെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ്, ലാൻഡ് പാഴ്സൽ മാപ്പുകൾ, ഫെയർ വാല്യൂ ഇൻഫർമേഷൻ, എൻക്യുംബൻസ് സർട്ടിഫിക്കറ്റ്, മ്യൂട്ടേഷൻ സ്റ്റാറ്റസ് എന്നിവയെല്ലാം അടങ്ങുന്ന കാർഡ് നമ്പരും QR കോഡ് മുദ്രണം ചെയ്തിട്ടുള്ള അത്യാധുനിക സുരക്ഷയോടെയുള്ള ഒരു സ്മാർട്ട് കാർഡ് 2026 ജനുവരിയോടെ നടപ്പിലാക്കാൻ പോവുകയാണ് നമ്മുടെ റവന്യൂ വകുപ്പ്. ഇതിൽ ഭൂമി ഉൾപ്പെടെ എല്ലാ ആസ്തി വിവരങ്ങളും വരുമാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൂടാതെ ജാതി, ഭൂമി സംബന്ധമായ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അടക്കം റവന്യൂ വകുപ്പിൽ നിന്ന് നൽകുന്ന ഏകദേശം എല്ലാ രേഖകളും ഈ ഡിജിറ്റൽ കാർഡിൽ ഉൾപ്പെടും. ജനങ്ങൾക്ക് ബാങ്ക് വായ്പ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾ, ആശുപത്രി ആവശ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ കാർഡിന്റെ സേവനം ഉപയുക്തമാക്കാം. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായ ഇടങ്ങളിൽ പ്രോപ്പർട്ടി കാർഡിന്റെ സേവനങ്ങൾ നടപ്പിലാക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യം വെറും വാക്കുകളല്ലെന്ന് തെളിയിക്കുകയാണിവിടെ. നവീന കാലത്തിനൊപ്പം സ്മാർട്ട് ആകുന്ന റവന്യൂ വകുപ്പ് സേവനങ്ങൾക്ക് വേഗതയും സുതാര്യതയും കൈവരിക്കുകയാണിവിടെ. കടലാസ് രേഖകളുമായി കയറി ചെന്ന ഓഫീസുകളിലേക്ക് ഇനി കയ്യും വീശി കയറി ചെല്ലാൻ നിങ്ങളും റെഡിയല്ലേ?